സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുമായാണ് ഇന്നത്തെ വീഡിയോ. അതിനാൽ നിലവിൽ പെൻഷൻ വാങ്ങുന്നവരും പുതുതായി പെൻഷൻ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരും ഈ വിവരങ്ങൾ മുഴുവനായും ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാരിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ അർഹരായ ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കേണ്ടത് എന്നതാണ്. അതിനാൽ അർഹതയില്ലാത്തവർ പട്ടികയിൽ തുടരുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രത്യേക പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വിവിധ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അർഹരല്ലെന്ന് കണ്ടെത്തുന്നവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുവാനും സർക്കാർ തയ്യാറെടുക്കും. ഇപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, ഞാനിപ്പോൾ പെൻഷൻ വാങ്ങുന്നുണ്ട്, ഇനി അത് മുടങ്ങുമോ എന്നാണ് ആ ചോദ്യം. അതിനുള്ള മറുപടി നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി, സ്വത്ത് വിവരങ്ങൾ, വീടിന്റെ വിവരങ്ങൾ എന്നിവ ആശ്രയിച്ചായിരിക്കും. ഇനി പെൻഷൻ മുടങ്ങാൻ സാധ്യതയുള്ള പ്രധാന കാരണങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം വീടിന്റെ വിസ്തീർണം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങളിൽ ഒന്നാണ് വീടിന്റെ വിസ്തീർണം. 2000 സ്ക്വയർ ഫീറ്ററിൽ കൂടുതലുള്ള വീടുകളുള്ള ഉടമസ്ഥർക്ക് സാധാരണയായി ക്ഷേമ പെൻഷൻ അർഹത ലഭിക്കില്ല. സർക്കാർ രേഖകളിൽ വീടിന്റെ വിസ്തീർണം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിനാൽ ഈ വിവരങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അർഹത നിർണയിക്കുന്നത്. വലിയ വീടുകളും മികച്ച സാമ്പത്തിക സാഹചര്യമുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ നൽകേണ്ട സാഹചര്യം ഇല്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. അതിനാൽ നിങ്ങളുടെ വീടിന്റെ വിസ്തീർണം 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലാണെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് നിങ്ങളുടെ അർഹത ഉറപ്പാക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ കാര്യം വീടിന്റെ ആഡംബര സൗകര്യങ്ങൾ. വീടിന്റെ വലിപ്പം മാത്രമല്ല അതിന്റെ സൗകര്യങ്ങളും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വീട്ടിൽ എയർ കണ്ടീഷൻ ഉണ്ടോ എന്ന്, വീടിന്റെ ഫ്ലോറിംഗ് ഉയർന്ന നിലവാരം ഉള്ളതാണോ, റൂഫിംഗ് സംവിധാനം ആഡംബര രീതി ഉള്ളതാണോ, സാമ്പത്തികമായി ഉയർന്ന നില സൂചിപ്പിക്കുന്ന മറ്റ് സൗകര്യങ്ങൾ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളും പരിശോധനയുടെ ഭാഗമായി പരിഗണിക്കപ്പെടും. സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതിനാൽ വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമാവാം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഭൂസ്വത്ത് പെൻഷൻ അർഹത പരിശോധിക്കുമ്പോൾ ഭൂസ്വത്തും പ്രധാന ഘടകമാണ്. 2 ഏക്കറോ അതിൽ കൂടുതലോ ഭൂമി സ്വന്തമായുള്ളവർ സാധാരണയായി ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽ ഉൾപ്പെടാറില്ല. കാരണം വലിയ തോതിൽ ഭൂസ്വത്ത് കൈവശമുള്ളവരെ സാമ്പത്തികമായി പിന്നോക്ക ഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് നയം. അതുകൊണ്ട് നിങ്ങളുടെ പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ ഉള്ള ഭൂമിയുടെ വിവരങ്ങൾ സർക്കാർ രേഖകളിൽ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി നാലാമത്തെ കാര്യം വാഹന ഉടമസ്ഥാവകാശം. പലർക്കും അറിയാത്തൊരു പ്രധാന കാര്യമാണ്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 4 ചക്ര വാഹനങ്ങൾ സ്വന്തമായുള്ളവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാം. കാർ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങൾ സാമ്പത്തിക ശേഷിയുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ വാഹന രജിസ്ട്രേഷൻ വിവരങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പേരിൽ വാഹനമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിലവിലെ അർഹതാ മാനദണ്ഡങ്ങളും പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. ഇനി അവസാനത്തെ 5ാമത്തെ കാര്യം കുടുംബ വാർഷിക വരുമാനം. ക്ഷേമ പെൻഷൻ അർഹത നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രധാന ഘടകങ്ങൾ ഒന്നാണ് കുടുംബ വാർഷിക വരുമാനം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കണമെന്ന മാനദണ്ഡമാണ് നിലവിലുള്ളത്. ഇതിനാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ അത് സമയബന്ധിതമായി സമർപ്പിക്കണം. പലപ്പോഴും രേഖകൾ ഹാജരാക്കാത്തത് കൊണ്ടോ തെറ്റായ വിവരങ്ങൾ നൽകിയത് കൊണ്ടോ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാ രേഖകളും പുതുക്കി സൂക്ഷിക്കുകയോ ആവശ്യമാകുമ്പോൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ സമർപ്പിക്കുകയോ ചെയ്യുക. വീടുകളിൽ നേരിട്ടുള്ള പരിശോധന. സർക്കാർ നിയോഗിക്കുന്ന പ്രത്യേക സംഘങ്ങൾ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്താൻ ഇപ്പോൾ അല്ലെങ്കിലും പിന്നീട് സാധ്യതയുണ്ട്. ഇത്തരം പരിശോധനകളുടെ പ്രധാന ലക്ഷ്യം അർഹരായവർക്ക് മാത്രം പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ്. പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ആവശ്യമായ രേഖകൾ കാണിക്കുക, ശരിയായ വിവരങ്ങൾ നൽകുക, വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തയ്യാറാക്കി വയ്ക്കുക, ഭൂസ്വത്ത്, വീടിന്റെ വിവരങ്ങൾ എന്നിവ കൃത്യമായി അറിയുക. ഇവ ചെയ്യുന്നത് പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങളുടെ പെൻഷൻ നിലവാരം അറിയാൻ ഔദ്യോഗിക സേവന പെൻഷൻ പോർട്ടൽ ഉപയോഗിക്കാം. അവിടെ നിങ്ങളുടെ പെൻഷൻ നമ്പർ അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾ നൽകി നിലവിലെ സ്ഥിതി പരിശോധിക്കാൻ സാധിക്കും. പെൻഷൻ അനുവദിച്ചിട്ടുണ്ടോ, വിതരണം നടന്നോ, എന്തെങ്കിലും തടസ്സമുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ അറിയാൻ ഈ സേവനം സഹായകരമാണ്. ഇനി സുഹൃത്തുക്കളെ, സർക്കാർ പരിശോധനകൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ അർഹരായവർക്ക് ആനുകൂല്യം ഉറപ്പിക്കുന്നതിനാണ്. അതിനാൽ തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കുക. നിങ്ങളുടെ രേഖകൾ എല്ലാം പുതുക്കി സൂക്ഷിക്കുക. അർഹത സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റി ഓഫീസുകളിലോ ബന്ധപ്പെടുക. ഇത് ഭാവിയിലേക്കുള്ള പ്രധാന അറിയിപ്പുകളാണ്.
ഇതിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ നിങ്ങൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ ശരിയാക്കുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.